ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. സത്സംഗവേദിയിൽ നമ്മൾ ശ്രീമദ് ഭഗവത്ഗീതയിലെ 16-ാം അധ്യായമായ ദൈവാസുര സമ്പദ് വിഭാഗ യോഗത്തിലെ 8 ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത്. നമുക്ക് 9-ാമത്തെ ശ്ലോകം നോക്കാം. ഏതാം ദൃഷ്ടിമവഷ്ടഭ്യ നഷ്ടാത്മാനോ അല്പബുദ്ധയാ പ്രഭവന്ത്യുഗ്രകർമാണ ക്ഷയായ ജഗതോ ഹിതാ. ഏതാം ദൃഷ്ടിം അവഷ്ടഭ്യ, ഈ കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്ന്, അതായത് മുൻ ശ്ലോകത്തിൽ പറഞ്ഞ കാഴ്ചപ്പാടിൽ. നഷ്ടാത്മാനഃ അല്പബുദ്ധയഃ, സ്വയം നശിക്കുന്ന അല്പബുദ്ധികൾ. ഉഗ്രകർമാണഃ, ഘോരകർമ്മങ്ങൾ ചെയ്ത്. ജഗതഃ അഹിതഃ, ലോകത്തിന് അഹിതകാരികളായി. ക്ഷയായ, ലോകത്തിൻ്റെ സർവനാശത്തിന്. പ്രഭവന്തി, കാരണമാകുന്നു. മുൻ ശ്ലോകത്തിൽ പറഞ്ഞ പോലെ, അതായത് ഈ പ്രപഞ്ചത്തിന് ഒരു നാഥനൊന്നുമില്ല. ഇത് പ്രകൃതി പുരുഷ സംയോഗത്താലൊന്നുമല്ല ഇവിടെ സൃഷ്ടിജാലങ്ങൾ ഉണ്ടാകുന്നത്. ഇതെല്ലാം സ്വാഭാവികമായ ജന്തുസഹജമായ ചോദനകളാൽ ഉണ്ടാകുന്നത് മാത്രമാണ് എന്നൊക്കെയുള്ള കാഴ്ചപ്പാടിൽ ഉറച്ചു നിന്നുകൊണ്ട് അല്പബുദ്ധികളായ സ്വയം നശിക്കുന്ന ഈ ആത്മാക്കൾ അഥവാ ഭൗതികവാദികൾ ഘോരകർമ്മങ്ങൾ ചെയ്ത്, അഥവാ ദുഷ്ടകർമ്മങ്ങൾ ചെയ്ത് ലോകത്തിന് അഹിതകാരികളായി, ലോകത്തിൻ്റെ സർവനാശത്തിന് കാരണമാകുന്നു. ആസുര സ്വഭാവികൾ ലോകനാശത്തിലേക്ക് നയിക്കുന്ന ദുഷ്കർമ്മങ്ങളിലാണ് ഏർപ്പെടുന്നത് എന്ന് ഭഗവാൻ പറയുന്നു. ഇവർ അല്പബുദ്ധികളാണ് എന്നാണ് ഭഗവാൻ പറയുന്നത്. ഭൗതിക സുഖഭോഗങ്ങൾ നിത്യമെന്ന് കരുതി അതിന് പിന്നാലെ പായുകയാണ്. ഭൗതികതയിൽ മുഴുകി ഈ സുഖങ്ങൾ വർദ്ധിപ്പിക്കുവാനുള്ള യത്നങ്ങളിൽ ഏർപ്പെടുന്നു. അതിനായി ധാർമ്മികതയും സദാചാരവും എല്ലാം കൈവിടുന്നു. അക്രമാസക്തരും നിഷ്ഠൂരരുമായി മാറുന്നു. സദാചാരബോധമോ ധാർമ്മികതയൊന്നും ഇവർക്ക് ബാധകമല്ല. ഹിംസ ചെയ്യുവാൻ തെല്ലും മടിയില്ലാത്തവരായി മാറുന്നു. അവർ ഒരു സമൂഹമായി മാറുമ്പോൾ, ഒരു കൂട്ടമായി മാറുമ്പോൾ മഹായുദ്ധങ്ങൾക്ക് വരെ അത് കാരണമായി, ലോകനാശത്തിന് തന്നെ കാരണമായി തീരുന്നു. അതുകൊണ്ടാണ് അവരെ അല്പബുദ്ധികൾ, മൂഢന്മാർ എന്ന് ഭഗവാൻ വിശേഷിപ്പിക്കുന്നത്. ഈ ഭൗതികവാദികളെ, ആസുരപ്രകൃതിയോടെ ജന്മമെടുക്കുന്ന ഇക്കൂട്ടർ ലോകനാശത്തിന് തന്നെ കാരണമായിത്തീരുന്നു എന്ന് ഭഗവാൻ പറയുന്നു. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.